ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. ശ്രീലക്ഷ്മിയുടെ പിറക്കാനിരുന്ന കുഞ്ഞ് നഷ്ടപ്പെട്ടതിന് രാജുവിൻ്റെ കയ്യിൽ നിന്ന് 15 ലക്ഷം രുക്മിണി നഷ്ടപരിഹാരമായിട്ട് വാങ്ങിയത് കൊച്ചമ്മണി കേട്ടു. ആഹാ, ഇതിനിടയ്ക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? അത് കൊള്ളാലോ. അപ്പോഴതിൻ്റെ ലാഭവിഹിതം എനിക്കും കിട്ടണം. കൊച്ചമ്മണിക്ക് അങ്ങനെ ഒരു സുവർണ അവസരമാണ് കയ്യിൽ വന്നിരിക്കുന്നത്. കൊച്ചമ്മണി അങ്ങനെ ആരും അറിയാതെ രുക്മിണിയെ കാണാൻ വന്നിരിക്കുക. രുക്മിണി കണ്ട് കൊച്ചമ്മണി വന്ന് നിൽക്കുന്നു. ദൈവമേ, നാശം പിടിച്ച പെണ്ണുമ്പുള്ള വന്നല്ലോ. ഇതിനെ കണ്ടാലേ ഗതി പിടിക്കില്ല. പക്ഷെ പിണക്കാനും പറ്റില്ലല്ലോ. സമയം കിട്ടുമ്പോഴൊക്കെ രാജുവിൻ്റെ വീട്ടുകാരെ ഉപദ്രവിക്കാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന കൊച്ചമ്മണിയല്ലേ. അപ്പം അതുകൊണ്ടൊരു കള്ളച്ചിരിയോടെ എന്താ മുണ്ടയ്ക്കലമ്മേ വന്നത് എന്നും പറഞ്ഞ് രുക്മിണി അടുത്തോട്ട് വരുവാണ്. നീ ഇത് എങ്ങോട്ട് പോവുക രുക്മിണി? അമ്പുകൊണ്ട മരയാടിനെ പോലെ കുലുങ്ങി കുലുങ്ങി ഓടുന്നത്. അതെ, എനിക്കൊരു അത്യാവശ്യത്തിന് പോണം. അവിടെ നിൽക്കി രുക്മിണി, എനിക്കൊരു അത്യാവശ്യക്കാര്യം നിന്നോട് ചോദിക്കാനുണ്ട്. ഉണ്ണിയപ്പത്തിൽ എന്തോ കെമിക്കലൊക്കെ കലർത്തി മരുമോടെ ഗർഭം കലക്കിയത് രുക്മിണി എന്ന ഈ അമ്മായിയമ്മ തന്നെയാണല്ലോ. ആര് പറഞ്ഞു തള്ളേ നിങ്ങളോട് ഈ അനാവശ്യം? ദാണ്ട കിളവി, അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. രുക്മിണി, ഞാൻ അനാവശ്യമൊന്നും അല്ല പറഞ്ഞത്, സത്യമാ പറഞ്ഞത്. രുക്മിണി കൗശലക്കാരിയായ ഒരു പെൺകുട്ടിയാണെന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം. ദേണ്ട തള്ളേ, അപവാദം പറഞ്ഞ് എൻ്റെ കുടുംബം കലക്കാൻ വന്നേക്കരുത്, പറഞ്ഞു കേട്ടല്ലോ. കൊച്ചമ്മണി ചിരിച്ചോണ്ട് പറയാം, ആഹാ, കലക്കാൻ ഇനി എവിടെ ഇരിക്കുന്നു കുടുംബം? നാഥനില്ലാത്ത കുടുംബം എന്ന് വെച്ചാൽ മസാല ദോശയ്ക്ക് വടയില്ലാത്തതുപോലെയാ രുക്മിണിയുടെ വീട്ടിലെ കുടുംബനാഥൻ. രുക്മിണിയുടെ തല്ലും ചീത്തവിളിയും കേട്ട് ഈ സംസ്ഥാനം തന്നെ വിട്ടുപോയി. ഞാൻ കേട്ടത് അവനെ കാശിയിലെങ്ങാണ്ട് ചെന്ന് അഘോരികളോടൊപ്പം ചേർന്ന് ചാരമൊക്കെ പൂശിക്കൊണ്ട് നടക്കുവാന്നാ അറിഞ്ഞത്. പിന്നാണെങ്കിൽ രുക്മിണിക്കൊരു മോളുണ്ടായിരുന്നു. അവളാണെങ്കിൽ പ്രേമിച്ച് നിരാശപ്പെട്ട് എങ്ങോട്ടോ അങ്ങ് പോയി. പിന്നെ നിന്റെ മകൻ ഹരീഷ് കശാപ്പുകാരൻ്റെ വീട്ടിലെ ആടിനെ പോലെ ഏത് സമയം നിനക്കാണ് എപ്പോൾ വേണമെങ്കിലും അറക്കാൻ തരത്തിലൊരു മരുമകളും ഉണ്ട്. ദാണ്ട പെണ്ണുമ്പിള്ളേ, നാക്കിന് എല്ലില്ലെന്ന് കരുതി എന്തോ അങ്ങ് വിളിച്ചു പോവാന്ന് വിചാരിക്കരുത്. വിറയ്ക്കാതെ അവിടെ നിൽക്കടി രുക്മിണി. നീ വലുതായിട്ട് നിന്റെ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, അപ്പോഴതിൻ്റെ മറുപടിയാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ രുക്മിണി, ഞാൻ ചോദിക്കാൻ വന്ന ഇതൊന്നുമല്ല. 5 ലക്ഷം എനിക്ക് ഇങ്ങോട്ട് തന്നാൽ ഈ പ്രശ്നം എന്താണ്ട് ഇവിടെ പരിഹരിക്കാം. ആഹാ, കൊള്ളാലോ. 5 ലക്ഷം രൂപ നിങ്ങൾക്ക് തരാനോ? എന്തിനാ രുക്മിണി ഇങ്ങനെ കിടന്ന് തകിടം മറിയുന്നത്? ആ ഗർഭക്കേസ് ഒതുക്കാൻ വേണ്ടി ഒരു നഷ്ടപരിഹാരമൊക്കെ വാങ്ങിച്ചില്ലേ? രാജുവിൻ്റെ കയ്യിൽ നിന്ന് ഒരു 15 ലക്ഷം രൂപയല്ലേ രുക്മിണി വാങ്ങിച്ചത്? രുക്മിണി അങ്ങ് ഞെട്ടിപ്പോയി. ദൈവമേ, ഈ പെണ്ണും പിള്ള ഇതെങ്ങനെ അറിഞ്ഞ്? കൊച്ചമ്മണി വിടുവോ? എന്നാലൊരു 5 ലക്ഷം അതിൽ ഇങ്ങോട്ട് താ എനിക്ക്. ഞാൻ ചോദിച്ച പൈസ നീ തന്നില്ലെങ്കിൽ ഈ കാര്യം ശ്രീലക്ഷ്മിയോടും ഹരീഷിനോടും പറഞ്ഞ് നിന്റെ ഈ ബ്ലേഡ് കമ്പനി ഉണ്ടല്ലോ, അത് ഈ കൊച്ചമ്മണി അങ്ങോട്ട് പൂട്ടിക്കും. നിങ്ങളോട് ആരായി നുണയൊക്കെ പറഞ്ഞത്? ഞാൻ ആരോടും 1 രൂപ പോലും മേടിച്ചിട്ടില്ല. 1 രൂപ അല്ലല്ലോ രുക്മിണി മേടിച്ചത്, 15 ലക്ഷം രൂപയല്ലേ രാജുവിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചത്. അതിൽ നിന്നൊരു 5 ലക്ഷം രൂപ എനിക്ക് ഇങ്ങോട്ട് തന്നാൽ ആ വിഷയം താണ്ട ഇവിടെ വെച്ച് തന്നെ അങ്ങ് അവസാനിപ്പിക്കാം. തള്ളേ, നിങ്ങൾ പോയി വല്ല വേറെ പണിയും നോക്ക് എന്നും പറഞ്ഞ് രുക്മിണി പോകാനൊരുങ്ങുമ്പോൾ പെട്ടെന്ന് കൊച്ചമ്മനെ കൈക്ക് പിടിച്ചിട്ട് പറയാം, ഞാൻ വേറെ പണി നോക്കും. ഞാൻ നേരെ പോയി ശ്രീലക്ഷ്മിയോട് പറയും ഈ കാര്യം. അതിനെന്താ, നിങ്ങൾ പോയി പറഞ്ഞോ. അവളോട് എനിക്ക് സ്നേഹമൊന്നും ഉണ്ടായിട്ടല്ല ഞാൻ അവളെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഇലക്ഷന് ജയിച്ചാൽ ഞാൻ അവളെ ഇവിടെ നിർത്തും, അല്ലെങ്കിൽ ഞാൻ അവളെ പിടിച്ച് പുറത്താക്കും. രുക്മിണി, ഞാൻ വീണ്ടും പറയുക, 5 ലക്ഷം രൂപ എനിക്ക് തന്നില്ലെങ്കിൽ നിന്റെ വീട് ചെകുത്താൻ കയറിയ വീട് പോലെ ഞാൻ ആക്കും. രുക്മിണിയും മരുമോളും കൂടെ നല്ല അടിയാവും. നിങ്ങൾക്കാവുമെങ്കിൽ അവളോട് പോയി പറതള്ളേ. എന്നിട്ട് അവളെ വിളിച്ചോണ്ട് നിങ്ങളുടെ വീട്ടിലോട്ടും കൂട്ടിക്കൊണ്ട് പോയിക്കോ. അതിനുവേണ്ടിയല്ലേ ഞാൻ ഈ വേലയൊക്കെ ചെയ്യുന്നത്. എനിക്ക് ആ മരുമകൾ വേണ്ട. അവളെ കൊണ്ടൊരു ഗുണവും ഒരു മണവും എനിക്കില്ല. അവർ വന്നേക്കുന്നതന്നെ വരട്ടെ, പോകാൻ നോക്കതള്ളേ. കൊച്ചമ്മണി താണ്ട് ആകെ ചമ്മി വിളറി ഇങ്ങനെ നിൽക്കുക. കടുവായ കിടുവ പിടിച്ച പോലെ ആയിപ്പോയി. കൊച്ചമ്മണി മനസ്സിൽ പറയുക, എൻ്റെ ദൈവമേ, ഈ ലോകത്തെ ഏറ്റവും വലിയ മാരകമായ വിഷം ഞാനാണെന്നാണ് കരുതിയിരുന്നത്. എന്നാലത് ഞാനല്ല, ഈ രുക്മിണിയാ. എൻ്റെ അമ്പമ്പോ, ഇവളൊരു വൈറസാണേ. വലിയ പ്രതീക്ഷയോടെ വന്ന കൊച്ചമ്മയുടെ നേരെ രുക്മിണി ഒരാട്ട്. ഇറങ്ങി പോതള്ള ഇവിടുന്ന്. അയ്യോ, ഞാൻ പോയേക്കാവേ എന്നും പറഞ്ഞ് കൊച്ചമ്മണി അങ്ങ് നടന്നു പോവുക. ഈ സമയം പ്രതാപൻ സദാശിവൻ സാറിനോട്ട് ഫോണിൽ സംസാരിക്കുക. എൻ്റെ സദാശിവൻ സാറെ, കഴിഞ്ഞ 25 വർഷമായിട്ട് സാറ് സ്ഥിരമായി ജയിക്കുന്ന മണ്ഡലമല്ലേ വണ്ടപ്പുഴ. എതിരാളി എൻ്റെ ബന്ധുവാ, രാജുവിൻ്റെ പെങ്ങള് ശ്രീലക്ഷ്മി. അവള് നല്ല കുട്ടിയാ. പക്ഷേ പൊളിറ്റിക്സിൽ ആളുകൾ നോക്കുന്ന അതൊന്നും അല്ലല്ലോ. ദുർബലയായ ഒരു എതിരാളി. സാറ് പിന്നെ എന്തിനാ പേടിക്കുന്നേ? സാർ എന്താ പറയുന്ന? അട്ടിമറിയോ? സാറേ, അവിടെങ്ങും അനന്തൻ്റെ അട്ടിമറി നടക്കില്ല. അനന്തന്റെ മുഖ്യശത്രു ഞാനല്ലേ. അട്ടിമറിക്കാനാണെങ്കിൽ അയാൾ എന്നെ അട്ടിമറിക്കൂ. അതിനുള്ള സാധ്യതയൊന്നും തള്ളിക്കളയാനാവില്ല സാർ. എന്നാ ശരി സാർ എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുവാണ്. ശേഖരനും യാമിനിയും അടുത്ത് നിപ്പോണ്ട്. പ്രതാപൻ പറയാ, സദാശിവൻ സാറിനൊരു പേടി, എന്താ ചെയ്യുന്നത്? യാമിനി ചോദിക്കുക, ഈ അട്ടിമറി എന്ന് പറഞ്ഞ എന്താ ഏട്ടാ? അതായത് കാലുവാരിയും കുതികാല് കെട്ടിയും തോൽപ്പിക്കുക, കാശ് കൊടുത്ത് വോട്ട് മറിക്കുക. അതായത് അവരുടെ പാർട്ടിക്കാർ തന്നെ അവരുടെ സ്ഥാനാർത്ഥികളെ ചതിച്ച് തോൽപ്പിക്കുക.
ഇതൊക്കെ എല്ലാ തെരഞ്ഞെടുപ്പിലും നടക്കുന്നതാണ്. ആലോചിച്ചാൽ ഇതൊരു വലിയ കോമഡിയായി യാമിനി രാഷ്ട്രീയം. അംബിക വീണ്ടും പ്രസാദമൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അല്ല ചേച്ചി ഇത് എവിടെ പോയതാ ഈ രാവിലെ? അത് മോനെ, ഞാൻ പുന്നക്കീഴിൽ അമ്പലത്തിൽ പോയതാ. ഞാൻ മോന് വേണ്ടി വഴിപാട് കഴിപ്പിക്കാൻ പോയതാ. ഞാൻ വെളുപ്പാങ്കാലത്തെ എഴുന്നേറ്റ് അമ്പലത്തിലോട്ട് ഓടിയതാ എന്നും പറഞ്ഞ് കൊണ്ടുവന്ന പ്രസാദം പ്രതാപന്റെ നെറ്റിയിൽ വെച്ചു കൊടുക്കുന്നുണ്ട്. ശേഖരനും യാമിനിക്കും അത് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. രാജുവും ഹൃതിയെ മുകളിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. അംബിക പറയാ, എന്റെ പൊന്നുമോനെ പ്രതാപ, ചേച്ചി വെളുപ്പാങ്കാലത്തൊരു ദുസ്വപ്നം കണ്ടു. ദുസ്വപ്നമോ? എന്ത് ദുസ്വപ്നമോ ചേച്ചി? എന്റെ പ്രതാപ മോനെ, നീ തോറ്റുപോയെന്നാണ് എന്റെ ദുസ്വപ്നം. രാജു ചോദിക്കുക, മേഡം അത് ദുസ്വപ്നമായിരുന്നോ അതോ മേഡത്തിന്റെ ആഗ്രഹമായിരുന്നോ? രാജു, എന്റെ മനസ്സിൽ എന്താണെന്ന് എന്റെ പ്രതാപൻ അറിയാം. അംബികയുടെ അഭിനയം തുടങ്ങുക. എന്റെ ഭഗവാനെ, വലിയ ജ്യോത്സ്യന്മാരൊക്കെ പറയുന്നത് വെളുപ്പാങ്കാലത്ത് കാണുന്ന സ്വപ്നം ഫലിക്കുമെന്നാണല്ലോ. പ്രതാപൻ പറയാം, തോക്കുന്നെങ്കിൽ അങ്ങ് തോക്കട്ടെ ചേച്ചി, ജയിക്കാൻ പോകുന്നത് ആരാ? എന്റെ മഹാനായ എന്റെ അനന്തരവനല്ലേ, ദ ഗ്രേറ്റ് ദീപക് സാർ. പ്രതാപ, അവൻ അങ്ങനെങ്ങാനും ജയിച്ചാൽ ഞാൻ അവനെ വെറുതെ വിടില്ല. കംസന്റെ കഥയൊക്കെ അങ്ങ് പണ്ട്. എന്റെ പ്രതാപനെ തോൽപ്പിച്ചിട്ട് അവനെ ഞാൻ ജീവിക്കാൻ അനുവദിക്കില്ല. കൊന്നുകളയും ഞാൻ അവനെ. അതൊക്കെ കേട്ട് രാജുവിനെ ഹൃദയക്കും ശേഖരനും യാമിനിക്കും ഒക്കെ അങ്ങോട്ട് ദേഷ്യവും ചിരിയും വരുക. ശേഖരൻ പറയും, കൊന്നുകളയുന്നതൊക്കെ അവിടെ ഇരിക്കട്ടെ, ആദ്യം മന്ത്രിയാകട്ടെ. ചേച്ചിക്കും മകനും മന്ത്രി മന്ദിരത്തിൽ അന്തിയുറങ്ങിയും സ്റ്റേറ്റ് കാറിൽ സഞ്ചരിക്കുകയൊക്കെ ചെയ്യാമല്ലോ. അത് മാത്രമല്ലല്ലോ ശേഖരൻ സാറേ, കൈയിട്ട് വരാനും എളുപ്പമാ. ചേച്ചി എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവൻ ജയിച്ചാൽ ജയിക്കട്ടെ. അവൻ ജയിച്ചാൽ അത് അവന്റെ തലവരയിലുള്ളതാ. മോനെ, ആ ദുസ്വപ്നത്തിന്റെ ബാക്കി കഥ ഞാൻ പറഞ്ഞില്ല. പ്രതാപൻ ഇലക്ഷനിൽ തോൽക്കാൻ കാരണം ഒരു പെണ്ണാണെന്നാ ഞാൻ സ്വപ്നത്തിൽ കണ്ടത്. അത് കേട്ട് ഹൃതികയാകെ ഞെട്ടി വരച്ച് നിൽക്കുക. യാമിനി ചോദിക്കുക, അതേത് പെണ്ണാ? ഉടനെ പ്രതാപൻ പറയുക, പെണ്ണാണെങ്കിൽ പിന്നെ അത് ആരാകാനാ? എനിക്കൊരു ഭാര്യ ഉണ്ടായിരുന്നല്ലോ, ശ്രീമതി പത്മ, അത് അവള് കാരണമായിരിക്കും. ഉടനെ യാമിനി പറയും, ആർക്കും ഒരു ശല്യമില്ലാതെ എവിടെയോ ജീവിക്കുന്ന പത്മേടത്തിയെ എന്തിനാ ഇവിടേക്ക് വലിച്ചഴക്കുന്നത്? പ്രതാപ, അതിന് പത്മയുടെ നാള് മകവല്ലേ? എന്നാൽ ഈ തോൽവിക്കാരിയുടെ നാള് വിശാഖവ. രാജു ഉടനെ വിശാഖവ, അയ്യോ അത് ഋതു. ഇത്രയും പറയുമ്പോഴത്തേക്ക് പ്രതാപൻ എഴുന്നേറ്റങ്ങ് പോവുകയാണ്. ശേഖരൻ എഴുന്നേറ്റ് ദേഷ്യത്തോടെ പറയാം, ഇവരാദ്യം ചേട്ടത്തിയുടെ പുറത്തായിരുന്നു, ഇപ്പൊ താണ്ട വിശാഖം നാളിൽ വന്നിരിക്കുക. ശേഖരേട്ട, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ലക്ഷ്യം? ഋതുമോള് തന്നെയാ. ആകെ പതറി നിൽക്കുന്ന ഹൃതിയെ നോക്കിയിട്ട് അംബിക പറയാം, അല്ല ഋതുമോൾ എന്തു പറയുന്നു? ഞാൻ കണ്ട സ്വപ്നത്തിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? രാജുവിന്റെ ക്ഷമയറ്റ്. വേണ്ടേ, ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന രണ്ട് പ്രിയപ്പെട്ടവരുടെ ചേച്ചിയാണ് നിങ്ങള്. അവരുടെ ആരുടെയെങ്കിലും ഒരാളുടെ കൈകൊണ്ട് നിങ്ങൾ ചാകുന്നതാ എനിക്ക് സന്തോഷം. ഇനി അതല്ല, എൻ്റെ കൈകൊണ്ട് തന്നെ നിങ്ങൾക്ക് തീരണമെന്ന് ആഗ്രഹമെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യ്. ഒരു തെളിവും സാക്ഷികളും ഇല്ലാതെ ഞാൻ നിങ്ങളെ തീർത്തു തരാം. വാ രാജു എന്ന് പറഞ്ഞ് ഹൃതിയെ രാജുവിനെ വിളിച്ചോണ്ടാകും പോവുക. യാമിനി പറയാം, ഇങ്ങനെ ഒരു പോയിസൺ ഇവരുടെ അടുത്ത് നിൽക്കല്ലേ ശേഖരട്ട, വിഷം നമ്മുടെ ദേഹത്തോടെ വമിക്കും. അങ്ങനെ അവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞപ്പോൾ അംബിക പറയാം, ഇലക്ഷൻ റിസൾട്ട് ഒന്ന് വരട്ടടാ, എല്ലാത്തിനും ഞാൻ ശരിയാക്കി തരാം. MLA ആയില്ലെങ്കിലും മന്ത്രിയാവും. അങ്ങനെ ഞാനും എൻ്റെ മകനും മന്ത്രിമാർ, എൻ്റെ മോൻ ദീപക് മുഖ്യമന്ത്രി എന്നും പറഞ്ഞ് അംബിക അവിടെ നിന്ന് അട്ടഹസിച്ച് ചിരിക്കുക. അനന്തംപിള്ള ആരോടോ ഫോണിൽ പറയാം, ഒരു പഞ്ചായത്തിൽ 3 ബാറുകൾ തുടങ്ങാനുള്ള ലൈസൻസ് ഞാൻ ആദ്യം തന്നെ അങ്ങ് കൊടുക്കും. ഈ തെരഞ്ഞെടുപ്പിന് കോടിക്കണക്കിന് രൂപയാ ഞാൻ എറിഞ്ഞത്. അതിൻ്റെ ഡബിളായി ആദ്യമേ തന്നെ എനിക്ക് കിട്ടണം. ജയൻ അടുത്ത് നിൽപ്പുണ്ട്. ജയൻ പറയാം, ദൈവമേ, ഒരാഴ്ചക്കകം ഇയാൾ കേരളം മൊത്തം വിഴുങ്ങിക്കളയുമല്ലോ. ഏതൊക്കെ മന്ത്രിമാർക്ക് ഏതൊക്കെ വകുപ്പ് കൊടുക്കണമെന്നും ആരൊക്കെ മന്ത്രിമാരാകണമെന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ അനന്തംപിള്ളയാ. മന്ത്രിമാരാകുന്നതിന് മുമ്പ് തന്നെ ഞാനും അവരും തമ്മിൽ ഒരു കരാറുണ്ടാക്കും. 1 മാസത്തിൽ എത്ര കോടി രൂപ എന്നെ ഏൽപ്പിക്കണമെന്ന് ഞാൻ അവർക്ക് നിർദ്ദേശം കൊടുക്കും. അത് കൃത്യമായി തന്നില്ലെങ്കിലേ ആ മന്ത്രി അങ്ങ് തെറിക്കും. ഇതൊക്കെ ദീപക് അങ്ങോട്ട് മാറി നിന്ന് കേൾക്കുവാണ്. ദീപക്കിൻ്റെ മുഖത്ത് എന്തോ ഒരു മൗനം. നിങ്ങൾ എന്താ പറയുന്നത്, മുഖ്യമന്ത്രിയോ? അങ്ങനെ ഞാൻ ആരെയും മുഖ്യമന്ത്രിയായിട്ട് നേരത്തെ നിശ്ചയിച്ചിട്ടൊന്നുമില്ല. എനിക്കെന്താ മുഖ്യമന്ത്രി പദം കഴിക്കുവോ? അത് കേട്ടോണ്ട് ജയൻ മനസ്സിൽ പറയാം, ദൈവമേ, ഈ ആന വിഴുങ്ങി മുഖ്യമന്ത്രിയായാൽ എന്നെ അങ്ങ് PA ആക്കണേ. എന്നാ ശരി, ഞാൻ പിന്നെ വിളിക്കാം എന്നും പറഞ്ഞ് അനന്തംപിള്ള ഫോൺ കട്ട് ചെയ്യുവാണ്. അനന്തംപിള്ള ജയനോട് പറയും, എടോ, പല നിയോജക മണ്ഡലത്തിൽ നിന്നും പല കംപ്ലൈന്റുകളും വരുന്നുണ്ട്. എന്റെ നിയോജക മണ്ഡലത്തിൽ വോട്ട് ചെയ്യിക്കാനായിട്ട് ചുമന്നുകൊണ്ട് വന്ന ഒരു പടി കിളവനെ വോട്ട് ചെയ്യിപ്പിച്ചതിന് ശേഷം തോട്ടിലെറിഞ്ഞിട്ട് പോയെന്ന് കേട്ടു. ഇതൊക്കെ നേരാണോടോ? സംഭവം നേര് തന്നെയാ. ഈ കിളവനെ വോട്ട് ചെയ്യിപ്പിച്ചിട്ട് തിരിച്ചു കൊണ്ടുപോകുന്ന വഴി അയാൾ ചെയ്ത വോട്ട് അസാധുവാണെന്ന് അയാൾ തന്നെ പറഞ്ഞു. അതുകൊണ്ടാണ് അവർ പിന്നെ അയാളെ തോട്ടിക്കളഞ്ഞത്. എടോ, എന്നാ പിന്നെ അയാളെ ഒഴുക്കുള്ള പുഴയിലോട്ടങ്ങ് ഒഴിക്കാൻ പോരായിരുന്നോ? ഒഴുകി അങ്ങ് കടലിൽ പോയി തൊലയുമായിരുന്നല്ലോ. ദീപക് അല്പം കോപത്തോടാണ് അങ്ങോട്ട് വന്നിട്ട്, അങ്കിളെ, ഒരു കാര്യം ചോദിക്കാനുണ്ട്. അനന്തംപിള്ളയുടെ സ്വരത്തിനകത്തൊരു ഗൗരവം. എന്ത് കാര്യം? അപ്പൊ ചീഫ് മിനിസ്റ്റർ ഞാനല്ലേ? അത്തരം കാര്യങ്ങളൊന്നും മുൻകൂട്ടി തീരുമാനിച്ചിട്ടില്ല. എന്നാൽ എന്നെ മുഖ്യമന്ത്രി ആക്കിയില്ലെങ്കിൽ
ആഭ്യന്തരമെങ്കിലും എനിക്ക് കിട്ടണം. എനിക്ക് കിട്ടിയേ പറ്റൂ. എങ്കിലേ ആ റിസൾട്ട് ഒന്ന് വന്നോട്ടെ ദീപക്കെ, എന്നിട്ട് തീരുമാനിക്കാം ആഭ്യന്തരമാണോ ഏഭ്യന്തരമാണോ എന്നൊക്കെ. ആദ്യം നീ നിലത്ത് കാലുകുത്ത്, മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കേണ്ട മര്യാദ എന്താണെന്ന് പോയി പഠിച്ചിട്ട് വാ, എന്നിട്ട് നീ മന്ത്രിയാകാം. ഇതൊക്കെ നിലത്ത് നിർത്തി വാർത്താ തൻ്റെ കുഴപ്പ. മോനെ ചക്കരെ തേനെ പൊന്നേന്ന് വിളിച്ചുകൊണ്ടിരുന്ന അനന്തംപിള്ളയുടെ വാക്കുകളാണ് ഇതൊക്കെ. ഇപ്പോൾ ദീപക്കിന് ആകെ ഒരു സംശയം. അങ്കിളെ അത്രയും പറയുമ്പോഴത്തേക്ക് അനന്തംപിള്ള പറയാം, ദീപക്ക് പോയി റെസ്റ്റ് എടുക്ക്, റിസൾട്ടൊക്കെ വരട്ടെ, എന്നിട്ട് പറയാം ബാക്കി കാര്യങ്ങളൊക്കെ. ദീപക്ക് അങ്ങനെ അങ്ങോട്ട് നടക്കുമ്പോൾ അനന്തംപിള്ള മനസ്സിൽ പറയും, ഈവൻ എൻ്റെ മകളെ കെട്ടാൻ നടക്കുന്നു. ജയം പറയാ, ഈ ദീപക് സാറിന് പ്രായത്തിന്റെ പക്വത കുറവാ, എടുത്തിയാട്ടവാ, മൂക്കും കൊത്തി വീഴും. സാറിൻ്റെ മോള് സാറിനെ പോലെയാണല്ലോ, അപ്പോൾ കല്യാണം കഴിയുമ്പോൾ ആ കുട്ടി ശരിയാക്കിക്കോളൂ ഈ ദീപക് സാറിനെ. അതിന് എൻ്റെ മോൾ എൻ്റെ സ്വഭാവക്കാരിയേ അല്ല, എൻ്റെ ഭാര്യയുടെ പ്രകൃതമാണ്. അവളൊരു വെറും പഞ്ചപാവുക. പക്ഷെ എൻ്റെ വാക്ക് ഞാനൊരു വെറും പഴഞ്ചാക്കാക്കി അങ്ങ് മാറ്റും. രാജു ആരോടോ ഫോണിൽ പറയാം, അല്ല നമ്മുടെ റിസൾട്ടിനെ അറിയാൻ വേണ്ടി കുറച്ച് ദിവസം എടുക്കും, അപ്പോഴേക്കും ക്ലിയർ ചെയ്താൽ പോരെ. ഋതിക ആകെ പരിഭ്രമത്തോടെ എന്തോ കള്ളത്തരം ഓർക്കുവാണ്. ഈ രാജുവിനോട് എന്ത് നുണ പറഞ്ഞാൽ ഞാൻ പോകുന്നത്, ഒരു വഴിയുണ്ട് എന്നും പറഞ്ഞ് പെട്ടെന്ന് ഋതിക കാറ് തുറന്ന് എന്തോ കുറച്ച് പേപ്പേഴ്സ് എടുക്കുന്നുണ്ട്. രാജു, എനിക്ക് പെട്ടെന്ന് പാർട്ടി ഓഫീസ് വരെ പോകണം. രാജു കൊറിയർ ഓഫീസിൽ പോയി ദാണ്ട് ഇതൊന്ന് അയച്ചേക്കാവോ എന്നും പറഞ്ഞ് ആ കവർ രാജുവിൻ്റെ കൈ കൊടുക്കുവാണ്. അത്രയും പറഞ്ഞിട്ട് ഋതിക പെട്ടെന്ന് കാർ സ്റ്റാർട്ട് ചെയ്തങ്ങ് പോവുക. രാജുവാണെങ്കിൽ ഋതിക കൊടുത്ത കവറെ തന്നെ നോക്കുക. കുറേ ദിവസമായി ഋതിക എന്നിൽ നിന്ന് എന്തോ ഒളിക്കുന്നുണ്ട്. എന്തോ കാര്യമുണ്ടല്ലോ. ആ അംബികയും ഋതു പേടിക്കുന്നുണ്ട്. എന്താണാവോ കാര്യം? ഈ കവറിൽ എന്തായിരിക്കും? രാജു ആ കവർ പൊട്ടിച്ച് നോക്കുമ്പോൾ ആ കവർ വെറും വൈറ്റ് പേപ്പർ. എന്ത്, വെറും വൈറ്റ് പേപ്പർ ആണല്ലോ ഇത്? മനസ്സിൽ സംശയം തോന്നിയ രാജു പെട്ടെന്ന് തന്നെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് പോവുകയാണ്. ഋതിക നേരെ അനന്തംപിള്ളയെ വാച്ച് ചെയ്യുവാണ്. അനന്തംപിള്ള എങ്ങോട്ടാ പോകുന്നതെന്ന് നോക്കിയിട്ട് ഋതിക ആ കാറിന് പുറകെ വാച്ച് ചെയ്ത് പോവുകയാണ്. അനന്തംപിള്ള ഒറ്റയ്ക്കാണല്ലോ പോകുന്നത്, അപ്പോൾ തീർച്ചയായിട്ടും ഇയാൾ ജഗന്നാഥനങ്കിലിൻ്റെ അടുത്തോട്ടായിരിക്കും പോകുന്നത്. ദൈവമേ, രാജു കൊറിയർ അയച്ചിട്ട് വീട്ടിലെത്തുമ്പോഴേക്കും എനിക്ക് തിരിച്ച് വേഗം വീട്ടിലെത്താൻ പറ്റുമോ? രാജു എങ്ങാനും ഫോൺ ചെയ്ത് ഞാൻ എവിടെയാണെന്നെങ്ങാനും ചോദിക്കുമോ? രാജു ആണെങ്കിൽ ഋതിയെ നോക്കി ഇങ്ങനെ വണ്ടി ഓടിച്ചു വരിക. ചേട്ടാ, ഋതിയെ കാണുന്നില്ലല്ലോ, ഇത് എങ്ങോട്ടാ പോയത്? അങ്ങനെ ഒരിടത്ത് അനന്തപുരയുടെ കാറ് നിൽക്കുന്ന കണ്ടിട്ട് ഋതിയെ അവിടെ കാറ് നിർത്തിയിട്ട് അങ്ങോട്ട് പോവുകയാണ്. ഇതായിരിക്കും അയാളുടെ താവളത്തിലേക്കുള്ള വഴി. ഉറപ്പായിട്ടും ജഗന്നാഥനെങ്കിലും ഇവിടെ കാണുമായിരിക്കും. ഋതിയെ ഒന്ന് വിളിച്ചു നോക്കിയാലോ? എന്തായിരിക്കും അവളുടെ പ്രശ്നം? എന്തായാലും ചോദിച്ചാൽ അവൾ സത്യം പറയില്ല. രാജു ആ കൺഫ്യൂഷനിൽ ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് വരുവാണ്. ഋതിക പാത്തും പതുങ്ങി ആ റോഡിൽ കൂടി ഇങ്ങനെ വരുവാണ്. പോലീസിനെ അങ്ങനെ വിളിക്കണം, അല്ലെങ്കിൽ വേണ്ട, ചില പോലീസുകാർ അയാളുടെ സൈഡായിരിക്കും. ഋതിക അങ്ങനെ വളവ് തിരിഞ്ഞങ്ങോട്ട് വരുമ്പോൾ അനന്തംപിള്ള അവിടെ നിൽക്കുന്നു ഒരു കൊലച്ചിരിയുമായിട്ട്. എടി ഋതികെ, നിന്നെ ഇവിടെ എത്തിക്കാനാ ഞാൻ ഈ അഭ്യാസം ഒക്കെ കളിച്ചത്. നീ 1-2 ദിവസം കൊണ്ട് എൻ്റെ വീടിൻ്റെ പരിസരത്ത് കിടന്ന് കറങ്ങുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നീ എന്ത് വിചാരിച്ചടി? എൻ്റെ പുറകിന് വന്നാൽ നിന്റെ ജഗന്നാഥൻ അങ്കിളിനെ അങ്ങ് കിട്ടുമെന്ന് വിചാരിച്ചോ? ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. ആ ജഗന്നാഥനെ ഞാൻ എൻ്റെ ഒരു അസിസ്റ്റന്റിനെ ഏൽപ്പിച്ചിരിക്കുക. ഈ ജഗൻ എവിടെയുണ്ടെന്ന് അവന് മാത്രമേ അറിയൂ. നിങ്ങൾ പറയുന്നതൊക്കെ നുണയാണെന്ന് എനിക്കറിയാം. ജഗന്നാഥനെങ്കിൽ എവിടെയുണ്ടെന്ന് ഞാൻ നിങ്ങളെ കൊണ്ട് തന്നെ പറയിപ്പിക്കും. ആഹാ, എൻ്റെ താവളത്തിൽ വന്ന് എന്നെ വെല്ലുവിളിക്കുന്നോടി നീ എൻ്റെ ശത്രുവിൻ്റെ പുത്രി മാത്രമല്ല കേട്ടോടി, നീ എൻ്റെ നമ്പർ 1 ശത്രു കൂടിയാ. നിന്നെ ഇവിടിട്ട് ഞാൻ ശ്വാസം മുട്ടിച്ച് കൊന്നാൽ നിന്റെ നിലവിളി കേൾക്കാൻ ഇവിടെ ഒരൊറ്റ മനുഷ്യനുണ്ടാവില്ല. മനസ്സിലായോടി എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ ഉണ്ടാകൂടോ എന്നും പറഞ്ഞ് ദാണ്ട നിൽക്കുന്ന നമ്മുടെ രാജുവിനെ കണ്ടതും ഋതിക ആകെ തകർന്നുപോയി. എല്ലാ പദ്ധതിയും പൊളിയുമല്ലോ എന്നുള്ള പേടിയായി അവളുടെ മുഖത്ത്. ആഹാ, വന്നല്ലോടി നിന്റെ അവതാര പുരുഷൻ, തൂണിലും തുരുമ്പിലുമുള്ള ആ രാജു ഭഗവാൻ. ഋതു, എന്താ പ്രശ്നം? എന്താ ഇയാളുടെ പിന്നാലെ? അത് രാജു. ഋതിക നിന്ന് വിറയ്ക്കുക. അനന്തംപിള്ള ചിരിച്ചോണ്ട് പറയാം, അത് ഇവള് പറയില്ലടാ രാജു, ഇവളെ ഞാനൊരു വിഷമ വൃത്തത്തിൽ ഇങ്ങനെ കുരുക്കിയിട്ടിരിക്കുക. പ്രതാപവർമ്മയെ ഇലക്ഷനെ തോൽപ്പിക്കാൻ ഞാൻ ഇവൾക്കായി ഒരു കെണി ഒരുക്കി. ആ കെണിയിൽ ദാണ്ട് ഇവള് വന്നു വീണു. അങ്ങനെ അനന്തൻ അന്നുണ്ടായ സംഭവമൊക്കെ ഇങ്ങനെ പറയുവാണ്. ജഗന്നാഥൻ അനന്തന്റെ കസ്റ്റഡിയിലുണ്ടെന്നും വിട്ടുകിട്ടണമെങ്കിൽ പ്രതാപൻ തോൽക്കണമെന്നും ഒക്കെ പറഞ്ഞതൊക്കെ ഒരു കളിയാക്കലോട് അനന്തംപിള്ള പറയുക, ഇവള് നിങ്ങളുടെ പൊളിറ്റിക്കൽ അഡ്വൈസർ അല്ലേ? എന്നാൽ ഈ അനന്തൻ ആരാണെന്നറിയാം? പൊളിറ്റിക്കൽ കിങ് ആണ്. എൻ്റെ പൊളിറ്റിക്കൽ തന്ത്രത്തിൽ നിന്റെ ഭാര്യ ഋതികയെ ഞാനിങ്ങ് കുരുക്കി ഇവളുടെ അച്ഛനെതിരെയാക്കി. അച്ഛനെ ഇവൾ കൊല്ലുന്നതിന് സമമാക്കി. തന്നെ ഞാൻ കൊല്ലുവടാ എന്നും പറയും. രാജു അനന്തംപിള്ളയുടെ ഷർട്ടിന്റെ കോളറെ കയറി പിടിക്കുക. കൈയെടുക്കടാ, അല്ലെങ്കിലേ മകള് തന്നെ തോൽപ്പിക്കാൻ കൂട്ടുനിന്നു എന്നുള്ള കാര്യം ഞാൻ ആ പ്രതാപനോട് തന്നെ അങ്ങ് വിളിച്ചു പറയും. ഋതിക സങ്കടത്തോടെ പറയുക, ജഗന്നാഥനെങ്കിൽ എവിടെ ഉണ്ടെന്നൊന്ന് പറയാവോ? അനന്തംപിള്ള പൊട്ടി ചിരിക്കുവാൻ. രാജുവിനത് കണ്ടിട്ട് ദേഷ്യം വന്നിട്ട് ഋതിയെ കയ്യെ പിടിച്ചിട്ട് വാ ഇങ്ങോട്ട് എന്നും പറഞ്ഞ് കൊണ്ടുപോവാണ്. രാജു ഋതിയെ കൊണ്ട് കാറിൽ പോവാ. രാജു ഇത്രയും നാളും ദേഷ്യത്തോടെ ഇങ്ങനെ ഋതിയോട് സംസാരിച്ചില്ല. നീ കാണിച്ചതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് വല്ലോ നിനക്കറിയാവോ?
അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എത്ര ഭയാനകമായിരിക്കുമെന്ന് ഋതു ചിന്തിച്ചിട്ടുണ്ടോ? എന്ത് ചതിയായി കാണിച്ചത്? ഇലക്ഷനിൽ സ്വന്തം അച്ഛനെ തോൽപ്പിക്കാൻ വേണ്ടി വർക്ക് ചെയ്യുക, ശത്രുക്കളുടെ വാക്കും വിശ്വസിച്ച് അതിൽ ചെന്ന് ചാടുക. ഒരു മകളിപ്പോ കുതികാല് വെട്ടി അച്ഛനെ വീഴ്ത്തിപ്പിച്ച പോലെ ആയില്ലേ? എന്തു പറയണമെന്നറിയാതെ ചങ്ക് തേർന്ന് ഋതിയെ ഇങ്ങനെ രാജുവിനെ തന്നെ നോക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഓവർ കോൺഫിഡൻസും ആരെയും വകവെക്കാതെ സ്വന്തം തീരുമാനമെടുക്കാൻ ഋതിക തീരുമാനിച്ചത് എത്രയോ വലിയ തെറ്റായി പോയെന്ന് ഇപ്പം മനസ്സിലായി കാണുമല്ലോ ഋതികയ്ക്ക്. എന്തിനും ഏതിനും കൂടെ നിൽക്കുന്ന രാജുവിനോടെങ്കിലും ഇതൊന്ന് സൂചിപ്പിക്കാമായിരുന്നല്ലോ. അനന്തംപിള്ള ആരാണെന്നും അയാൾ എന്തൊക്കെ ചെയ്യുമെന്ന് നല്ലതുപോലെ അറിയാവുന്ന ഋതിക അറിഞ്ഞുകൊണ്ട് പോയി ഈ ഊരാക്കുടുക്കിൽ ചാടേണ്ട വല്ല കാര്യമുണ്ടോ? എന്തായാലും രാജു ഇതിനൊരു പ്രതിവിധി കണ്ടെത്തിയിരിക്കും. അതെന്താണെന്നൊക്കെ ഉള്ളത് നമുക്ക് അടുത്ത റിവ്യൂവിൽ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.